നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണവും പിന്നെ നമ്മൾക്ക് കായികമായിട്ട് രാവിലെയുള്ള അധ്വാനം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയ സന്തോഷം അങ്ങനെയൊക്കെ പോകും. ഭൂമി ഒരിക്കലും അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കൂലി കൊടുത്തൊന്നും അല്ല ജയിക്കുന്നത്. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് ഒരു 8 മണിക്ക് മുമ്പായിട്ട് വ്യായാമം എന്നുള്ള നിലയ്ക്ക് പാടത്തേക്ക് ഇറങ്ങി ചെയ്യുന്നതാണ്. രാവിലെ നടപ്പൊക്കെ കഴിഞ്ഞ് വെച്ച് 1 മണിക്കൂർ നേരം. കറി വയ്ക്കണ വെള്ളരി വേറെയുണ്ട്, ഇളവനുണ്ട്, പടവലം, പീച്ചിൽ, പാവൽ, ചീര ധാരാളം കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അത് ഇപ്പം എല്ലാവരും ചെയ്ത കാരണം നമുക്കതിനൊന്നും കിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഞാൻ പറിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവിടെ പടവലങ്ങയുണ്ട്, പടവലം എന്നാണ് ഉണ്ട്. ഇതാണ് സാധനം. ഇത് ഹൈബ്രിഡാണ്. അതിനാൽ ഇതിൻ്റെ വിത്തെടുത്ത് വെച്ചേച്ച് നമ്മൾ നട്ടാലൊന്നും കായ ഉണ്ടാകില്ല. നട്ട് കഴിഞ്ഞ് 45 ദിവസം ഒക്കെ ആകുമ്പോഴേ കായ വീഴും. കുമ്പളമൊക്കെ പൂവിട്ട് വന്നതേ ഉള്ളൂ. അത് കാ വീണ് തുടങ്ങണേ ഉള്ളൂ. ഇതാണ് കണ്ടോ, കാത് ഉണ്ടായി വന്നതേ ഉള്ളൂ. കണ്ടോ, യാതൊരു കെമിക്കലും ഇതിന് തളിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. പിന്നെ ഇതിലേക്ക് ഈ പുഴുവൊക്കെ പോകാനായിട്ട് ചെയ്യുന്ന മിശ്റിനെ കയറ്റി വിടും. അപ്പം അവരെടുത്തോളൂ, അവരുടെ ആഹാരം ഇഷ്ടം പോലെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ സാധനം കൊണ്ടുപോയി കഴുകിയില്ലെങ്കിലും നേരെ അടുപ്പത്തിട്ട് ചോദിച്ചാൽ ഇതിന് ഒരു കഴിപ്പില്ല. ഭൂമി ഒരിക്കലും അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കൂലി കൊടുത്തൊന്നും അല്ല ജയിക്കുന്നത്. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് ഒരു 8 മണിക്ക് മുമ്പായിട്ട് വ്യായാമം എന്നുള്ള നിലയ്ക്ക് പാടത്തേക്ക് ഇറങ്ങി ചെയ്യുന്നതാണ്. രാവിലെ നടപ്പൊക്കെ കഴിഞ്ഞ് വെച്ച് 1 മണിക്കൂർ നേരം.